ഹലോ, നമസ്കാരം. കുറച്ച് ദിവസമായി ഒരാളെ കാണാതായിട്ട്. ചാനലുകളിലോ മറ്റുള്ള സോഷ്യൽ മീഡിയ മറ്റു പ്ലാറ്റ്ഫോമിലൊന്നും അദ്ദേഹത്തെ കാണാനില്ല. ഞാൻ വിചാരിച്ചു ലൈസൻസ് സംബന്ധമായി അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനവുമായി അദ്ദേഹം തിരക്കിലായിരിക്കുമെന്ന്. പറഞ്ഞു വരുന്നത് ആരെക്കുറിച്ചെന്നല്ലേ പറയാം. ഞങ്ങൾക്ക് അവളെ സഹായിക്കാൻ അർഹതയില്ലേ, അവൾക്ക് അപ്പീൽ പോകാൻ അർഹതയില്ലേ? ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതാരാ പറയുന്നതെന്നില്ല, ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ പ്രിയപ്പെട്ട ഭാഗ്യം തിരുമ്പി വന്ന് അങ്ങനെയല്ലേ ഇത് അവളുടെ വരെ തിരുമ്പി വന്നാ ചേട്ടാന്ന് പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ മാറി മൂപ്പര് സ്വന്തമായി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ട്രസ്റ്റിൽ ഭാരവാഹികൾ ഞാനും സുഭദ്രയും പിന്നെ അപ്പനും എന്ന് പറഞ്ഞ പോലെ മൂപ്പർക്ക് വേണ്ടപ്പെട്ട 1-2 പേര്. അതിൽ ഏറ്റവും തമാശ എന്ന് പറയുന്നത് 1-2 പേരെന്ന് പറയുമ്പോൾ മൂപ്പർക്ക് വേണ്ടപ്പെട്ട ആളുകൾ, അതായത് മൂപ്പരുടെ അതേ ചിന്തകളും അതേ കാഴ്ചപ്പാടുകളും ഉള്ളവർ മാത്രം. അതിനപ്പുറം ആരും ഉണ്ടാവില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ ആർക്കും ഇൻ്റർവ്യൂസുകളൊന്നും കൊടുക്കുന്നില്ല. സ്വന്തമായി ട്രസ്റ്റ് ഉണ്ടാക്കി, സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലും ഉണ്ടാക്കി. ഇപ്പം പ്രവർത്തനം ആ സ്വന്തം ചാനൽ വഴിയാണ്. പണ്ടാരോ പറഞ്ഞ പോലെയാണ്, കഥയും നമ്മളുടെ കഥ, സംവിധാനവും നമ്മൾ തന്നെ, പ്രൊഡക്ഷനും നമ്മൾ തന്നെ. നമ്മൾ പുറത്തൊന്നും കൊടുക്കാറില്ല. ഇപ്പം വെളുപ്പിക്കൽ മുഴുവൻ അതിലൂടെയാണ്. നമുക്ക് ആ വെളുപ്പിക്കലിൻ്റെ ഒരു വീഡിയോ വന്നിട്ടുണ്ട്. കുറച്ച് നീളം കൂടുതലാണ്, ക്ഷമിക്കണം കേട്ടോ, വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട്. ഭാഗ്യം കഴിഞ്ഞ ആഴ്ച, അതായത് 27-ാം തീയതി, ഞങ്ങൾ കുറച്ചു പേർ ചേർന്ന് അവൾക്കൊപ്പം എന്നൊരു ട്രസ്റ്റ് ഉണ്ടാക്കി. ആ ട്രസ്റ്റ് ഉണ്ടാക്കി എന്ന വാർത്ത പുറത്ത് വന്നതോടുകൂടി അതിനെ ചൊല്ലി നിരവധി പൊതുസമൂഹത്തിന് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. വിമർശനം അത് നമ്മൾ വളരെ സ്വാഭാവികമായി തന്നെ കാണുന്നുണ്ട്. നമുക്കതിൽ വലിയ വിഷമമൊന്നുമില്ല. പക്ഷേ ഈ വളരെ മോശം ഭാഷയിൽ വിമർശനം പറയുക, അല്ലെങ്കിൽ ചീത്ത തെറി വിളിക്കുക എന്നൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവാത്തെന്ന് ചോദിക്കും. ഞാൻ ചോദിക്കട്ടെ, അവൾക്ക് അപ്പീൽ പോകാനുള്ള അവകാശം ഇല്ലേ? അവളെ സഹായിക്കാൻ ഞങ്ങൾക്ക് അവകാശം ഇല്ലേ? ഇപ്പം നിങ്ങളെല്ലാവരും അയാളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അയാൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കുന്നു, അതുപോലെ അവൾക്ക് വേണ്ടി ഞങ്ങളും സംസാരിക്കുന്നു. ഞങ്ങൾ മാധ്യമത്തിൽ വരുന്നു എന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. നിങ്ങൾ വരുന്നില്ല. അതിന് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ അവൾ കഴിഞ്ഞ മാസം രൂപീകരിക്കപ്പെട്ടു എന്ന് പറയുന്ന ഈ ട്രസ്റ്റ് ഭയങ്കര ഒരു തമാശയാണ്. പുള്ളിക്കാരത്തി ചോദിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു കുട്ടിയെ സഹായിക്കാൻ വേണ്ടി ഞങ്ങളൊരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആ കുട്ടിക്ക് അപ്പീൽ പോകാൻ അവകാശമില്ല എന്നാണ് ആദ്യത്തെ ചോദ്യം. തീർച്ചയായിട്ടും പോകാൻ അവർക്ക് അവകാശമുണ്ട്. അവരെപ്പോലെ എല്ലാ സ്ത്രീകൾക്കും ഇവിടെ അവകാശമുണ്ട്, പുരുഷനും അവകാശമുണ്ട്. അതിൽ യാതൊരു തെറ്റുമില്ല. പിന്നെ ഞങ്ങൾക്ക് അവളെ സഹായിക്കാൻ റൈറ്റില്ലെന്നും സഹായിക്കാലോ. അതിന് എന്തിനാണ് ഒരു ട്രസ്റ്റ് രൂപീകരിക്കുന്നതാണ് എന്നാണ് ചോദ്യം. മറ്റൊന്ന്, നിങ്ങൾ അയാളെ സഹായിക്കുന്നില്ല എന്നാണ്. ഞങ്ങൾ ഏത് രീതിയിലാണ് അദ്ദേഹത്തെ സഹായിക്കുന്നത്? ഞങ്ങൾ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ അദ്ദേഹത്തിന് റൈറ്റ് ഉണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിധി വരുന്നത് വരെ നമ്മളൊന്നും മിണ്ടിയിട്ടില്ല. മിണ്ടിയവരുണ്ടായിരിക്കാം, പലവരും മിണ്ടിയിട്ടില്ല. ഒരു കോടതി വിധി വന്നു അമ്മായി, അതിനുശേഷമാണ് നമ്മൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നത്. അതിന് കാരണം നമ്മൾ കോടതി വിധിയെ മാനിക്കുന്നു. നിങ്ങൾക്കില്ലാത്തൊരു പരിപാടി നമ്മൾ ചെയ്യുന്നു, മാനിക്കുന്നു. നമ്മൾ ഈ സമൂഹത്തിലെ ഓരോ വ്യക്തികളെയും മാനിക്കുന്നത് പോലെ ബഹുമാനപ്പെട്ട കോടതിയെ നമ്മൾ മാനിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കോടതി വിധി നമ്മൾ ശരിവയ്ക്കുന്നു, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു. മറ്റൊന്ന്, ഈ പറയുന്ന നടി അല്ലെങ്കിൽ ഈ പറയുന്ന നിങ്ങൾ പറയുന്ന അവൾക്കൊപ്പം എന്ന് പറയുന്ന ആൾ അത്രയും ദരിദ്രയായിട്ടുള്ളൊരു സ്ത്രീയൊന്നുമല്ല. അവരുടെ പ്രശസ്തിക്ക് അപ്പുറമാണ് അവരുടെ പണം എന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക അവസ്ഥ എന്നുള്ളത്. സിനിമ പോലും നിർമ്മിക്കുന്ന, ഒരു ഗ്യാരണ്ടിയും ഇല്ലാതെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രിയാണ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അവിടെ സിനിമ പോലും നിർമ്മിക്കുന്ന ഒരു സംവിധാനമുള്ള, അല്ലെങ്കിൽ ഒരു കച്ചവടത്തിൻ്റെ ഭാഗമായ സിനിമയുടെ പോലും പ്രൊഡക്ഷൻ സൈഡിലുള്ളവരാണ് ഈ പറയുന്ന നിങ്ങൾ അവൾക്കൊപ്പം എന്ന് പറയുന്ന
ഇയാൾ, അവർക്ക് അപ്പീൽ പോവാൻ സാമ്പത്തികമില്ല എന്ന് നിങ്ങൾ സമൂഹത്തോട് പറയാൻ ശ്രമിക്കുകയാണോ? ഇവിടെ ആരും ഈ പറയുന്ന നടന് വേണ്ടി ഒരു ട്രസ്റ്റ് ഉണ്ടാക്കുകയോ ഒരു ക്രൗഡ് ഫണ്ടിങ് നടത്തുകയോ സാമ്പത്തികമായി സഹായിക്കുകയോ ചെയ്യുന്നില്ല. അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന് പണം എടുത്തിട്ടാണ് അദ്ദേഹം നിരപരാധിയാണെന്ന് കോടതിയിൽ തെളിയിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വക്കീലന്മാർക്കൊക്കെ അദ്ദേഹം പോക്കറ്റിൽ നിന്ന് അദ്ദേഹം പണിയെടുത്ത് ഉണ്ടാക്കിയ കാശാണ് എടുത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങളിവിടെ എന്താണ് ചെയ്യുന്നത്? സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ഒരു സ്ത്രീ, സാമ്പത്തികമായി എല്ലാ രീതിയിലും ഉയർന്നു നിൽക്കുന്ന, പ്രശസ്തിയിൽ ഉയർന്നു നിൽക്കുന്ന ഒരു സ്ത്രീക്ക് വേണ്ടി നിങ്ങളൊരു ട്രസ്റ്റ് ഉണ്ടാക്കുന്നു. എന്നിട്ട് ഒരു ക്രൗഡ് ഫണ്ടിങ് നടത്തുന്നു. ഈ ഫണ്ടിങ് ആർക്ക് വേണ്ടിയാണ് നടത്തുന്നത്? നിങ്ങൾക്ക് ചുറ്റുമുള്ള കുറച്ച് പേരുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ ഉറപ്പിക്കുക, അല്ലേ? അതിനപ്പുറം എന്താണ്? നിങ്ങൾ സമൂഹത്തോട് എന്താണ് കൊടുക്കുന്ന മെസ്സേജ്? ആ സ്ത്രീയുടെ കയ്യിൽ കാശില്ലാതെ ഞങ്ങൾ എല്ലാവരിൽ നിന്നും പിരിച്ചുകൊണ്ട് ഒരു വക്കീൽ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് വക്കീലിനെ വെക്കുന്നു എന്നാണോ? ഇത് സമൂഹത്തിൽ ആരാണ് വിശ്വസിക്കാൻ പോകുന്നത്? ഭാഗ്യം എന്തിനിത്? അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഭാഗ്യം സ്വന്തമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി. അതിലൂടെ മാത്രമാണ് സമൂഹത്തിലോട് ഇടപെടുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? സാമ്പത്തിക ലാഭം. അതിനപ്പുറം എന്താണ് ഭാഗ്യം ഉദ്ദേശിക്കുന്നത്? ഭാഗ്യം ആർക്കോ വേണ്ടി വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യും. അവരുടെ വരുമാനത്തിൻ്റെ കുറവ് കൊണ്ടാണോ മറ്റാണ്ടോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ എന്തായാലും ഇപ്പോൾ പുതിയൊരു സ്റ്റെപ്പ് എടുത്ത് സാമ്പത്തികമായി വീണ്ടും ഉയരാന്നുള്ളത് ജോലി ഇല്ലാതിരിക്കുന്നതിൻ്റെ ഒക്കെ കാരണമായിരിക്കാം. അല്ലെങ്കിൽ ഇനി ആരും ഇൻഡസ്ട്രിയിൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അതിൻ്റെ കാരണമായിരിക്കാം. ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക, ഈ പറയുന്ന നടന് സപ്പോർട്ട് ചെയ്യുന്നവർ വ്യക്തമായും അദ്ദേഹം ഒരു നിരപരാധിയാണ് എന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ഭാഗം മാത്രമാണ്. അല്ലാതെ അദ്ദേഹം ആർക്കും പോക്കറ്റിൽ നിന്നൊരു ക്രൗഡ് ഫണ്ടിങ്ങിനോട് ആവശ്യപ്പെടുകയോ മറ്റുള്ളവരിൽ നിന്ന് പണം സ്വീകരിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അദ്ദേഹം വളരെ വർഷത്തിൽ 1-2 സിനിമയിൽ മാത്രം അഭിനയിക്കുന്ന ഒരു വ്യക്തി, ഇത്രയും പ്രശസ്തനായിട്ടുള്ളൊരു വ്യക്തി. അദ്ദേഹം എവിടെയും ഒരു ഗ്രൂപ്പിനെ അസൈൻ ചെയ്തുകൊണ്ട് ഇതിനായിട്ട് രൂപീകരിച്ചു കൊണ്ടൊന്നും എവിടെയും ഒരു ക്രൗഡ് ഫണ്ടിങ്ങിനൊന്നും ശ്രമിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇഷ്ടപ്പെട്ടിട്ടുള്ള, അദ്ദേഹത്തിൻ്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഇഷ്ടപ്പെട്ടിട്ടുള്ള, അദ്ദേഹം സമൂഹത്തിൽ ഇടപെടുന്ന കാര്യങ്ങൾ കണ്ടു ബോധിച്ചിട്ടുള്ള, സമൂഹത്തിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിനൊപ്പമാണ്. എന്തുകൊണ്ട്? കോടതി പോലും അദ്ദേഹത്തെ നിരപരാധികം വെറുതെ വിട്ടതുകൊണ്ടും അദ്ദേഹം ഈ സമൂഹത്തിൽ ഇടപെട്ടിട്ടുള്ള കാര്യങ്ങൾ കൃത്യമാണെന്നേ. അതുകൊണ്ട് മാത്രമാണ് അമ്മ ഈ അദ്ദേഹത്തെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? നിങ്ങൾ ആദ്യമായിട്ടാണോ അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നത്? അല്ല, ഈ കേസിന് മുൻപും നിങ്ങൾ ഉപദ്രവിച്ചിട്ടുള്ള പല കാര്യങ്ങളും സമൂഹത്തിൽ പാട്ടാണ്. അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിനൊപ്പം ജോലി ചെയ്തവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തുറന്നു പറഞ്ഞതൊക്കെ വളരെ ലൈറ്റായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ തന്നെ വ്യക്തിപരമായിട്ട് എവിടേക്കോ ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടില്ലേ, അദ്ദേഹം ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇന്ന ആളെ ഇന്നത് ചെയ്തു, അദ്ദേഹം ഇന്നത് പുറത്താക്കി. അപ്പോൾ വ്യക്തമല്ലേ അമ്മായിക്ക് അദ്ദേഹവുമായി കൃത്യമായിട്ടുള്ള വ്യക്തി വൈരാഗ്യമുണ്ട്. അതിന് ഈ പറയുന്ന അവൾക്കൊപ്പം എന്ന് പറയുന്ന ഈ നടിയെ നിങ്ങളൊരു ടൂളായി ഉപയോഗിക്കുകയാണ്. ഇത്രയും കാലം ഒരു ടൂളായി വ്യക്തമായിട്ട് ഉപയോഗിച്ചു. ഇപ്പം നിങ്ങൾ അവരെ വെച്ച്, അവരുടെ പേര് വെച്ച്, അവരുടെ സെൻറ്റിമെൻറ്റ്സ് വെച്ച് ഇപ്പോൾ ഒരു ക്രൗഡ് ഫണ്ടിങ്ങും കൂടി നിങ്ങൾ ചെയ്യുകയാണ്. മനോഹരമാണ് നിങ്ങളുടെ യാത്രകൾ, ഏറ്റവും മനോഹരമാണ്. പുരുഷന്മാർക്കെതിരെയാണ് നിങ്ങൾ, എല്ലാ കാലവും പുരുഷന്മാർക്കെതിരെയാണ്. അതൊരു പക്ഷേ നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങളായിരിക്കാം. പക്ഷേ നിങ്ങളതിനെ മൊത്തം പുരുഷന്മാർ അത്തരത്തിലാണെന്ന് വിചാരിക്കരുത്. ഒരു പക്ഷേ നിങ്ങൾ നല്ല പുരുഷന്മാരെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഭാഗ്യമുണ്ടായിട്ടില്ല. ഭാഗ്യം മനസ്സിലാക്കുക, എല്ലാ പുരുഷന്മാരും നിങ്ങൾ കണ്ട പുരുഷന്മാരെ പോലെ ആയിരിക്കില്ല. നിങ്ങൾ ഇടപെടുന്നത് നിങ്ങളുടെ സ്വഭാവത്തിനനുസരിച്ചുള്ള ആളുകളായിരിക്കാം ഒരു പക്ഷേ, അല്ലെങ്കിൽ ഇടപെട്ടിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഒരു ക്രൗഡ് ഫണ്ടിങ് ആണ്. ജനം ഇത് വ്യക്തമായിട്ട് തിരിച്ചറിയുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, മീഡിയകൾ നിങ്ങളോട് പല ചോദ്യങ്ങളും ചോദിക്കുന്നത് കാരണം കൊണ്ടാണ് നിങ്ങൾ മീഡിയയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ഇപ്പോൾ സ്വന്തമായ യൂട്യൂബ് ചാനലിലൂടെ, സ്വന്തമായ FB പേജുകളിലൂടെ, സ്വന്തമായ ഇൻസ്റ്റാ പേജുകളിലൂടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെന്ന് തോന്നുന്ന മാത്രം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇത്തരം കാര്യങ്ങൾക്ക്, ഇത്തരം മോശം പ്രവർത്തികൾക്ക് ചോദ്യം ചോദിക്കാതെ നിൽക്കുന്നവരുടെ ചാനലിലൂടെ മാത്രം നിങ്ങൾ സമൂഹത്തിനോട് സംവദിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ചോദ്യങ്ങൾ സമൂഹം വ്യക്തമായി നിങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് അതിന് ഉത്തരം ഉണ്ടാകില്ല. അതിലെ കാരണം
സ്വന്തമായ ചാനലാവുമ്പോൾ സ്വന്തമായ ക്യാമറയ്ക്ക് മുന്നിൽ ഇരുന്ന് പറഞ്ഞാൽ മതി, അത് സമൂഹത്തിന് കൊടുക്കുക. നിങ്ങളുടെ കുറേ ചോദ്യങ്ങൾ ഭയങ്കര രസമാണ്. അവൾക്ക് അതിന് അവകാശമില്ലേ, ഇവർക്ക് ഇതിന് അവകാശമില്ലേ, ഇതൊരു ബലാത്സംഗ കേസാണ്, നിങ്ങൾ കൊടുത്ത കൊട്ടേഷനാണോ അത്? ബഹുമാനപ്പെട്ട കോടതി പോലും ഈ പറയുന്ന നടനെ വെറുതെ വിടുകയും അതിൽ ഈ കൊട്ടേഷനിൽ പങ്കെടുത്തവരെ കൃത്യമായി ശിക്ഷിക്കുകയും നിങ്ങൾ കൊണ്ടുവന്ന ഒരു വക്കീലിൻ്റെ കോടതിയിൽ കിടന്നുള്ള ഉറക്കവും കൃത്യമായ കേസ് പഠിക്കാതെ ഇടപെട്ടതും കൊണ്ടും ആ പ്രതികൾ എന്ന് പറയുന്നവർക്ക് ശിക്ഷ കുറഞ്ഞു പോയി എന്നുള്ള അഭിപ്രായക്കാരാണ് ഞങ്ങൾ. അല്ലാതെ ഒരു പാവപ്പെട്ട മനുഷ്യനെ നിങ്ങൾ കൃത്യമായി ചില അജണ്ടയുടെ ഭാഗമായി ഒരു കോടതിയിൽ കൊണ്ടു നിർത്തുകയും ആ കോടതി അത് തിരിച്ചറിയുകയും 8 വർഷക്കാലം നിങ്ങളുടെ പീഡനം സഹിക്കുകയും കോടതി അത് തിരിച്ചറിയുകയും അദ്ദേഹത്തെ വെറുതെ വിടുകയും ചെയ്തു. ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്നത് എന്താണ്? ഒരു കോടതിക്കെതിരെയുള്ള ചോദ്യമാണ്. ബഹുമാനപ്പെട്ട കോടതി അവരെ വെറുതെ വിട്ടതിന് കോടതിയെ ചോദ്യം ചെയ്യുക, കോടതി ശരിയല്ലെന്ന് പറയാൻ ശ്രമിക്കുക. ഒരുപക്ഷെ ഇതൊരു കോടതി ലക്ഷ്യ കേസായിട്ട് സ്വമേധയാൽ കേസെടുക്കേണ്ടതാണ്. എന്തുകൊണ്ട് ഇത്രയും കാലം നിങ്ങളെ ഇങ്ങനെ വെറുതെ വിടുന്നു എന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ആദ്യമായിട്ടല്ല കോടതികളിൽ നിന്ന് വിധി വരുന്നതും സുപ്രീം കോടതി അല്ലെങ്കിൽ ആ കോടതിക്ക് മേലെയുള്ള കോടതികൾക്ക് അപ്പീൽ പോകുന്നതും കേരളത്തിൽ ആദ്യമായി സംഭവിക്കുന്ന കാര്യമല്ല. അത് ഏതൊരു വ്യക്തിയുടെ അവകാശമാണ്, അവർക്ക് പോകാം. പക്ഷേ ആ കോടതിയെ ഇത്തരം മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ആവരുത്, അന്നിരുന്ന ജഡ്ജിയെ ഇത്ര മോശമായി ചിത്രീകരിച്ചുകൊണ്ട് ആവരുത്. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്നത് എന്താണ്? ഒരു വ്യക്തിയെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യത്തിന് മോശമായി കൊണ്ടുവരിക, അതിനപ്പുറം ഒരു ക്രൗഡ് ഫണ്ടിങ് നടത്തി സ്വന്തം ചാനലും നിങ്ങളെയും പുഷ്ടിപ്പെടുത്തുക, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആളുകളെ പുഷ്ടിപ്പെടുത്തുക. നിങ്ങൾ എത്രയും കാലം നിങ്ങളിത് ചെയ്യുന്നു, അത്രയും കാലം ഞങ്ങളിത് പറഞ്ഞുകൊണ്ടേയിരിക്കും, സമൂഹത്തിന് ഞങ്ങളിത് കാണിച്ചുകൊണ്ടിരിക്കും. നിങ്ങളുടെ ആ കള്ളമുഖം ഒരു ദിവസം സമൂഹം കാണും. അതിന് കൂടുതൽ സമയമൊന്നും ഭാഗ്യം നിങ്ങൾ പോകേണ്ടി വരില്ല. നിങ്ങളിനി സ്വന്തമായി ചാനൽ തുടങ്ങിയാലും സാറ്റലൈറ്റ് തുടങ്ങി പറഞ്ഞാലും നിങ്ങൾ പറയുന്നത് പച്ചക്കള്ളമാണ്. നിങ്ങൾക്കിതിന് പിറകിൽ ഒരു കൃത്യമായ ലക്ഷ്യമുണ്ടെന്നും ഈ സമൂഹത്തിലെ ഓരോ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും കുട്ടികൾക്കും അമ്മമാർക്കും എല്ലാം അറിയാം. മനസ്സിലായില്ലേ? ഒരു ജനപ്രിയ നായകനെ നശിപ്പിക്കാനും ഉന്മൂലനം ചെയ്യുവാനുമുള്ള ഒരു ലക്ഷ്യമാണ് നിങ്ങളുടേന്ന്. അതെല്ലാവരും തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിട്ടുള്ളതാണ് ഭാഗ്യം. ഭാഗ്യത്തിൻ്റെ പുതിയ വഴികൾ, ഭാഗ്യത്തിന് ലക്ഷ്യം കാണാൻ ശ്രമിക്കുമ്പോഴും എല്ലാ വഴികൾക്കും പിന്നിലും സൈഡിലും പുറകിലും മുന്നിലൊക്കെ ഞങ്ങൾ ഉണ്ടാകും. ഞങ്ങൾ സമൂഹത്തിനോട് ഇനിയും വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ഓരോ കള്ളമുഖങ്ങളും ഈ സമൂഹത്തിൽ ഞങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കും. ഭാഗ്യത്തിൻ്റെ കളികൾ തുടരട്ടെ, ഞങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ കള്ളമുഖം ഈ സമൂഹത്തിന് ഞങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കും.